വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ പാർട്ടിയെ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി കടുത്ത ആശയക്കുഴപ്പമാണ് ഇപ്പോഴും. UDF തീരുമാനം തള്ളി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു. താൻ UDFന് കത്തൊന്നും നൽകിയിട്ടില്ല, ഉണ്ടെങ്കിൽ അത് പുറത്ത് വിടട്ടെ എന്നതാണ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി. NDA വിടേണ്ട സാഹചര്യം ഇപ്പോഴില്ല. രാജീവ് ചന്ദ്രശേഖരനുമായി തനിക്ക് നല്ല ബന്ധമാണെന്നും വിഷ്ണുപുരം വ്യക്തമാക്കി. എനിക്കൊരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അതിൽ ഇന്ന് അവിടെ ചർച്ച ചെയ്തു എന്ന് പറയുന്ന വിഷയം ഞാനത് നിഷേധിക്കുകയാണ്. കാരണം ഞാൻ അവർക്ക് അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ പുറത്തുവിടും. വിഷ്ണുപുരം ചന്ദ്രശേഖരന് UDFിൽ എടുക്കണമെന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടും. പിന്നെ എനിക്ക് NDAയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്കുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഘടകകക്ഷികളെ വേണ്ട വിധം മാനിക്കാത്ത NDAയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. NDA സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനുള്ള കരുത്ത് എനിക്കുണ്ട്. അല്ലെങ്കിൽ എൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ അതിലിടപെട്ട് എൻ്റെ വിഷയം പരിഹരിക്കും. അതിനു പകരം ഞാനിങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ UDFിൻ്റെ നേതാക്കളുമായിട്ട് ഈ വിഷയത്തിന് വേണ്ടി ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. ഇതാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വാക്കുകൾ. അദ്ദേഹം തന്നെ പറയുന്നു താൻ കത്തൊന്നും നൽകിയിട്ടിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, താങ്കൾ അടക്കം നൽകിയ കത്തുകൾ പരിഗണിച്ചുകൊണ്ടാണ് ഉപാധികളില്ലാത്ത ഈ സഹകരണവും നീക്കവുമെന്നാണ്. നിങ്ങളെ അങ്ങ് ഉൾപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഒരു തരത്തിലുള്ള താല്പര്യവുമില്ലാതെ എങ്ങനെയാണ് കൊച്ചിയിലെ UDF യോഗം ഈ തീരുമാനമെടുക്കുന്നത്? അല്ല, ഈ വളരെ ഇതായിട്ട് രേഖകളെല്ലാം വാങ്ങിച്ചാണ് ഇവർ ചെയ്തെന്നുണ്ട്. ഞാൻ പറഞ്ഞ തന്നെ ഒരു മറുപടി ഇല്ലേ? അത് ഏതെങ്കിലും ഒരു ചാനലിലും കൊടുക്കട്ടെ. ആ കത്തവര് ഞാനിങ്ങനെ ഒരു അപേക്ഷ അല്ല, അങ്ങനെ ഒരു അപേക്ഷ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഇവരുമായിട്ട് ഞാൻ പല നേതാക്കളുമായിട്ട് 4 മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇങ്ങനെ എനിക്കിതിലവസ്ഥയുണ്ട്. അപ്പുറത്ത് പോവാന്നല്ല, നമ്മൾ രാഷ്ട്രീയക്കാർ തമ്മിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുമല്ലോ. അത് അത്തരത്തിൽ സംസാരിച്ചിട്ടില്ല എന്ന് പറയണില്ല. ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നു എന്ന് ഒരു പ്രമുഖ ചാനലിലെ ഒരാൾ പറഞ്ഞു. ഇങ്ങനെ ഉണ്ട്, അങ്ങനെ ശരിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ ചർച്ച ചെയ്യണമെന്ന് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ VD സതീശനെ ഒരു 5-6 പ്രാവശ്യം ഇന്നലെ തന്നെ വിളിച്ചു. എന്റെ ചർച്ചയും വേണ്ട, NDAയില് എനിക്ക് പെടുത്തുന്ന കാര്യവും വേണ്ട, ഞാൻ NDAയുടെ വൈസ് ചെയർമാനാണ്, അതിൽ നിൽക്കുകയാണെന്ന് പറയാനാണ്. പക്ഷെ അതെടുത്തില്ല. ഞാൻ 5 കാളോ 6 കാളോ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു രേഖാമൂലമുള്ള കത്താന്ന്. ഒരു പക്ഷേ അത് ആശയക്കുഴപ്പമാവും. പക്ഷേ താങ്കൾ UDF പ്രവേശനത്തിന് ശ്രമം നടത്തിയിരുന്നോ? ആശയവിനിമയം നടത്തിയിരുന്നോ? അല്ല, പ്രവേശനം ചെയ്യാനെന്നുള്ളതല്ല. ഞാൻ ഒരു 4 മാസം മുമ്പേ നിങ്ങൾ എല്ലാ ചാനലിലും കൊടുത്തല്ലോ. ഞാൻ എന്റെ ഫേസ്ബുക്കിൽ BJP കടിഞ്ഞാണില്ലാത്ത കുതിര എന്ന് പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയത് എല്ലാ ചാനലിലും വന്നു. അത് കണ്ടിട്ടാണ് ഇവർ ചോദിക്കുന്നത് അദൃശ്യമായിട്ട് എന്താണ് നിങ്ങൾ അതില്. ഞാൻ പറഞ്ഞ എല്ലാം ശരി തന്നെ, അതിൽ നമുക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് UDF നേതൃത്വം താങ്കളെ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് ബന്ധപ്പെട്ടതാണ്, അങ്ങനെയാണോ? അല്ല, ഈ ഒരു നമ്മൾ തമ്മിൽ പരസ്പരം ഒരു മീറ്റിംഗ് ആയിട്ട് സംസാരിച്ചല്ല, അദൃശ്യമായിട്ട് കാണുമ്പോൾ സംസാരിച്ചു. പറഞ്ഞു നമുക്ക് ഇങ്ങനെയുള്ള ഇതാണ്, അവര് വേണ്ട വിധനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല, നമ്മളെ ശക്തിക്ക് അനുസരിച്ചുള്ള പരിഗണനയൊന്നും കിട്ടുന്നില്ല എന്ന്. അത് മുമ്പുള്ള ബ്രൈറ്റ് നോക്കിയാലോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇവിടെയും പറഞ്ഞത്. ഇന്നെങ്ങനെ സംഭവിച്ചു? പെട്ടെന്ന് അവർ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുക എന്നുള്ളത്, അത് ഈ പറയുന്ന കാര്യവും ഒന്നും നടന്നിട്ടൊന്നുമില്ല. ഈ കത്ത് കൊടുത്തു, അപേക്ഷ കൊടുത്തു, അത് ചർച്ച ചെയ്തു, ഇന്ന് UDFിൽ ചർച്ച ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൽ അങ്ങ് രാജി കൊടുക്കണ്ടേ? ഞാൻ ഒരു മുന്നണി നിന്നിട്ട് രാജി കൊടുക്കാതെ തന്നെ ഇതിലെങ്ങനെ പ്രഖ്യാപിക്കുന്നത്? ഈ UDF നേതാക്കളുമായി നമുക്ക് അറിയാലോ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റമൊക്കെ സംഭവിക്കുന്നത് നേതാക്കളും തമ്മിലുള്ള പല ആശയവിനിമയങ്ങളും വ്യക്തിബന്ധങ്ങളും, അതാണ് പിന്നെ മുന്നണി മാറ്റത്തിലേക്കൊക്കെ എത്തുന്നത്. സ്വാഭാവികമാണ്. കത്തും ഒക്കെ കൈമാറുക സാങ്കേതികം മാത്രം. പക്ഷേ ഒരു കാര്യം, ഈ താങ്കളിപ്പോൾ UDFിനൊപ്പം എത്തണമെങ്കിൽ ചില സീറ്റുകളിലും താങ്കൾക്ക് അവിടെ കിട്ടുന്ന പരിഗണനയിലുമൊക്കെ ഒരു ധാരണ ഉണ്ടാവണമല്ലോ. അത്തരം ആശയവിനിമയം ഒന്നും നടന്നില്ല എന്നാണോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇങ്ങനെ യാദൃച്ഛികമായിട്ട് 2-3 നേതാക്കളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ചാനലുകളിലൊക്കെ NDA വൈസ് ചെയർമാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള വാർത്ത അങ്ങനെ വന്നു. വന്നപ്പോൾ ചോദിച്ചപ്പോഴാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതില് നിങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, നമുക്ക് ഒന്നിച്ച് നിൽക്കേണ്ടി വരും
വരുന്ന സമയത്ത് ഞാൻ പറയാം. നമുക്ക് പാർട്ടിയിൽ ഇതൊക്കെ ചർച്ച ചെയ്യാം. പാർട്ടിയിൽ ഇതുവരെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ടില്ല. VSDP കാര്യം പറഞ്ഞു. VSDP ജനുവരിയിൽ പ്രതിനിധിസഭ കൂടിയിട്ട് BJP ആയിട്ട് അകലം പാലിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ ഉൾപ്പെടെ കൊടുത്തതാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്നിട്ട് VSDP ചേർന്നു എന്നൊക്കെയാണ് ഇപ്പൊ വാർത്ത പറഞ്ഞത്. VSDPക്ക് അടുത്ത മാസമാണ്, ഫെബ്രുവരിയിലാണ് വീണ്ടും പ്രതിനിധിസഭ. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രതിനിധിസഭയിലെ അത് മാറ്റാൻ നോക്കൂ. ശരി, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ താങ്കൾ ഇപ്പം ആശയവിനിമയം നടത്തിയെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിന് പറ്റിയ ഒരു ആശയക്കുഴപ്പമാണോ? കാരണം 2 മീറ്റിങ്ങുകളിൽ ഇത് ചർച്ച ചെയ്തു, അതിനൊടുവിലാണ് ഇന്ന് തീരുമാനം പ്രഖ്യാപിക്കുന്നതാണ് VD സതീശൻ പറയുന്നത്. അങ്ങനെ 2 മീറ്റിങ്ങിലൊക്കെ ചർച്ച നടന്നെങ്കിൽ ഇത് കുറെ നാളുകൾ മുമ്പേ പരിഗണനയിലുള്ള ഒരു വിഷയമെന്ന് കരുതാം. 4 മാസം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്. ഞാന് ഇവിടെ അദ്ദേഹത്തിന്റെ വസതി ഉണ്ടല്ലോ, അത് അവിടെ തന്നെ പോയിട്ട് ഞാൻ എന്റെ ഒരു പ്രതിനിധി സഭയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നതിനാണ് പോയത്. ഇപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ വസതിയിലാണ് ഞാൻ പോയി അങ്ങോട്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഘടകകക്ഷിയാക്കി എടുക്കണമെങ്കിൽ ഞങ്ങള് NDAയിൽ നിന്ന് രാജിവെക്കണം, അങ്ങനെയുള്ള ഒരുപാട് നടപടിയില്ലേ. ഞാനിത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇന്നലെ തന്നെ വിളിച്ചു. 5 6 കാൾ, 5 ആണോ 6 എന്തായാലും ഒരു ഏഴിക്കൊടാത്ത കാള് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി എടുത്തു. അപ്പൊ അദ്ദേഹം അർജന്റായിട്ട് പരിപാടി, ഞാൻ പറഞ്ഞത് പരിപാടിയാണെങ്കിലും കൊടുക്കുന്ന ഒരു അർജന്റ് കാര്യം, എന്റെ കാര്യം അതിൽ പെടുത്തേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നത്. കാരണം വേറൊന്നുമല്ല, രാജീവ് ചന്ദ്രശേഖർ എന്നെ ഈ വിഷയത്തില് എനിക്ക് പ്രയാസമുണ്ടെന്നൊക്കെ അറിയാം. അവര് അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് വേറെ പരിഗണന നമ്മൾ ചോദിച്ചില്ല. 10-15 വർഷം കൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, അത് NDA തന്നെ നിൽക്കുന്നത്. അവരെന്താണ് പരിഗണിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയുമല്ലോ. ഈ മീഡിയ രംഗത്ത് നിൽക്കുന്നത് ഒന്നും പരിഗണിച്ചിട്ടില്ല അവർ. ഒരു കാര്യം കൂടി, ഇത് ഈ പ്രതിപക്ഷ നേതാവല്ലാതെ താങ്കൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇവിടുത്തെ ഏതെങ്കിലും നേതാവാണോ നിങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ആശയവിനിമയം നടത്തിയത്? അങ്ങനെ ഏതെങ്കിലും നേതാവുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ഇവരെല്ലാം എനിക്ക് നേരിട്ട് പരിചയമുള്ളതല്ലോ. VSDPയുടെ പ്രതിനിധി സഭയിൽ രമേശ് ചെന്നിത്തല വരും, VD സതീശൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ പരിപാടികളിൽ വിളിക്കുമ്പോഴും വരെയൊക്കെ ചെയ്തിട്ടുള്ളവരില്ലേ. അങ്ങനെ ഒരു ബന്ധം ഉണ്ടല്ലോ. അങ്ങനെ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യം അതിൽ വരണില്ലല്ലോ. ഞാൻ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് സംസാരിച്ചപ്പോ. K മുരളീധരന്റെ വീട്ടിലൊരു ദിവസം ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ പ്രയാസങ്ങളും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തോന്നുന്ന ഒരു 4 മാസമേ വരും. മുരളീധരൻ, രമേശ് ചെന്നിത്തല, VD സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ അതില് അറിയാവുന്ന ആളുകളുടെയൊക്കെ ഞാൻ സംസാരിക്കും. ഇന്ന് ഈ തീരുമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ നേതാക്കളുമായി ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല 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 ഇല്ല. ഒരു കാര്യം കൂടി, ഒരു കാര്യം കൂടി, താങ്കൾ അടക്കമുള്ളവരെ അസോസിയേറ്റ് അംഗങ്ങളായി നിർത്തും എന്ന പ്രഖ്യാപനമാണ് UDFൽ നിന്നും ഉണ്ടായത്. അതായത് പൂർണ്ണ അംഗങ്ങളല്ല. അതെ, അങ്ങനെ ഒരു പൂർണ്ണ അംഗമാക്കാത്തതിന്റെ പ്രശ്നമാണോ? ഇല്ല ഇല്ല, അസോസിയേഷൻ എന്തായാലും അതിനൊരു ചർച്ച വേണ്ടേ. നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ ചർച്ചയിലൂടെ എന്തൊക്കെ ഈ മുന്നണി വിട്ടു വന്നാൽ നമുക്ക് ഉള്ള കാര്യങ്ങളുണ്ട്, സീറ്റ് ഔട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് എന്തെങ്കിലും പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. നമ്മൾ ചർച്ച ആരുമായിട്ട് നടത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ഈ മുന്നണി മാറ്റം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പോലെ ജാനുവിനെ എടുത്തു, നമ്മളെ എടുത്തു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി നാളെ സംസ്ഥാന കമ്മിറ്റി വെച്ചിരിക്കുന്ന ദിവസവും കൂടിയാണ്. എല്ലാ മാസവും നമ്മളിത് കൂടും. അതിന്റെ ഭാഗമായിട്ടുള്ളത് കൂടുന്ന ദിവസമാണ്. അപ്പൊ ആശയക്കുഴപ്പം പാർട്ടിയിലല്ലേ വരുന്നത്. ഈ പാർട്ടിയിൽ, നമ്മളെ പാർട്ടിയിലുള്ള നല്ല വിഭാഗം ആളുകൾക്ക് അമർഷമുണ്ട് NDAയിലോട്ട്. അത് നാളെ കമ്മിറ്റിയിൽ അവർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതെന്തിനാണെന്ന് മനസ്സിലാക്കണം. അതൊക്കെ ഒരുപാട് നടപടികളില്ലേ. അല്ലാതെ ഈ മുന്നണി മാറ്റം എന്നത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് 2 വ്യക്തികൾ അവസരം തേടുക മാത്രമല്ലല്ലോ, മറിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് മാറ്റത്തിന്റെ പ്രഖ്യാപനം കൂടിയാണല്ലോ. താങ്കൾക്ക് UDF താങ്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് തോന്നിയിട്ടില്ലേ? അങ്ങനെ അതുകൊണ്ടല്ലേ ഈ ആശയവിനിമയം നടന്നത്? അല്ല, ആശയവിനിമയ ചർച്ച നടന്നിട്ടില്ല. യാദൃശ്യമായിട്ടുള്ള ഈ 3-4 ആളുകളെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 4 മാസത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതങ്ങ് ഉപേക്ഷിച്ചിട്ടുമുണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങള് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും എല്ലാവരും നമ്മൾ സീറ്റ് ചർച്ച ചോദിച്ച സീറ്റുകൾ തന്നിട്ടുണ്ട്, നമ്മൾ മത്സരിച്ചിട്ടുണ്ട്. ചില സീറ്റുകളിൽ BJPക്കാർ വോട്ടിട്ടിട്ടില്ല, അതുമെല്ലാം സത്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അമർഷമുണ്ട്. ഇതിൽ താങ്കൾ ഇനിയിപ്പോൾ ഏതായാലും UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി താങ്കൾ ആ തീരുമാനം പുനഃപരിശോധിക്കുന്നുണ്ടോ? അതായത് താങ്കൾ UDFന്റെ ഈ സാധ്യതയ്ക്കും ഈ വാഗ്ദാനത്തിനുമൊപ്പം പോകുന്നുണ്ടോ? ഇല്ലല്ല, ഇപ്പൊ ഈ വാഗ്ദാനത്തിന് അങ്ങനെ പോകേണ്ട ആവശ്യം ഇപ്പൊ ഇല്ല, പോകുന്നില്ല. ഈ NDAയുടെ തന്നെ വൈസ് ചെയർമാൻ രാധാകൃഷ്ണൻ, അതുപോലെ പ്രസിഡന്റ്, അങ്ങനെയുള്ളവരോട് ഞാൻ നേരത്തെ തന്നെ അമർഷം പറഞ്ഞിട്ടുണ്ട്. അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് പരിഹരിക്കാൻ പറ്റുന്ന എല്ലാ ഉപകാരങ്ങൾ പരിഹരിക്കും.
ഇതൊരു ആശയക്കുഴപ്പം വന്നതാണ്. നമ്മൾ കത്ത് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ലാത്ത കാര്യമായിട്ട് ഞാൻ നിഷേധിക്കുന്നു. അത് അതിനർത്ഥം 4 മാസം മുമ്പ് ഇവരോട് ഞാൻ സംസാരിച്ചില്ല എന്നല്ലല്ലോ, സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചെങ്കിലും അത് മുന്നണി മാറ്റ വിഷയമല്ല ചർച്ച ചെയ്ത് താങ്കൾക്ക് ഇങ്ങനെ അങ്ങോട്ടും അവരും അവരുടെ പാർട്ടി എന്ന് പറയുന്നത് സീറ്റുകൾ കിട്ടണ കാര്യങ്ങൾ, കുറവ്, കോർപ്പറേഷന്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാമിയായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതെല്ലാം ഒരു ചാനൽ ചർച്ചയിൽ വന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കില്ല. അതുപോലെ സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF വലിയ വിജയമൊക്കെ ഉണ്ട്, നിയമസഭയിൽ ഭരണം പിടിക്കും എന്നൊരു തോന്നലൊക്കെ അവർ ഉളവാക്കി നിൽക്കുകയാണ്. അപ്പോൾ താങ്കൾക്കൊരു വലിയ സാധ്യതയല്ലേ UDF എന്നത്? അത് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അല്ലല്ല, ഞങ്ങള് 10 വർഷം മുമ്പേ അവരെ സഹായിച്ച് ഈ ജില്ലയിൽ 10-13 സീറ്റ് അവർ പിടിച്ചിട്ടുള്ളതാണ്. അത് കോൺഗ്രസിന്റെ സഹായം മാത്രമല്ല, VSDP സഹായം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്കറിയാമല്ലോ. അവര് അതനുസരിച്ച് അവര് 10 വർഷം മുമ്പ് തന്നെ VSDP ഇതില് കൂട്ടത്തിൽ നടത്തണമെന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് തന്നെ അവരിതുപോലെ നമുക്ക് ഒരിക്കൽ ചർച്ച ചെയ്തിട്ട് ഒരു കത്ത് തന്നിട്ടുണ്ട്. ഞാൻ കത്ത് തപ്പി നോക്കുകയാണ്. അന്ന് 10 വർഷം മുമ്പേ കൂട്ടം നടത്താമെന്ന് പറഞ്ഞ് അന്നും നമ്മൾ പോയിട്ടില്ലല്ലോ. ആ കത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണ്. ഓക്കെ, ഒരു കാര്യം കൂടി, ഈ പ്രതിപക്ഷ നേതാവാണ് ഇത് പറഞ്ഞത്. സംസ്ഥാനത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ പക്ഷേ ഈ വിഷയത്തിൽ എവിടെ ആശയക്കുഴപ്പം ഉണ്ടായതെന്നാണ്. ഒരു കാര്യവുമില്ലാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇങ്ങനെ UDF യോഗത്തിന് ശേഷം ഇത് പറയുമോ എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. അല്ലേ, അദ്ദേഹത്തിന്റെ ഞാൻ വസതിയിൽ പോയി ഞാൻ സംസാരിച്ചു എന്ന് ഞാൻ പറയണല്ലോ. അല്ല, മുന്നണി മാറണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, NDAയിൽ ഞാൻ വൈസ് ചെയർമാനാണ്. ഈ മുന്നണിയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ 5 ദിവസം മുമ്പെയുള്ള ഇലക്ഷൻ ഉൾപ്പെടെ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ച് ഇന്നും പ്രവർത്തിക്കുന്ന ആളാണ്. ഒരു മുന്നണി മാറണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കണ്ടെങ്കിൽ താങ്കൾക്ക് സംഘപരിവാർ ഈ NDAയുടെ രാഷ്ട്രീയം തന്നെയാണ് താങ്കൾക്ക് യോജിക്കുന്നത്? അതിനോട് യോജിപ്പില്ല? അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ആയതല്ല. ഞങ്ങള് ഒരു പ്രാവശ്യം ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങള് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഈ പാർട്ടി എല്ലാവരും നമ്മളെ കാമരാജന്റെ പടം വെച്ച് വോട്ട് അടിച്ചിട്ടുണ്ടല്ലോ. ശിവൻകുട്ടിയുടെ ആ കൺവെൻഷനിൽ ഞാനും കോടിയേരി ബാലകൃഷ്ണനും അദ്ദേഹം ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ കാട്ടാക്കട ഞാനും കോടിയേരി ബാലകൃഷ്ണൻ സാറും ഒക്കെ കൂടി അവരുടെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അതിനു മുമ്പ് കോൺഗ്രസിന്റെ കാര്യത്തിൽ പങ്കെടുത്ത അങ്ങനെ ഇതല്ല, അന്ധമായ ഇതല്ല. എനിക്ക് കുറച്ചുകൂടി മനസ്സ് സുഖം തോന്നുന്ന പാർട്ടി ഇതാണ് എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അവഗണന വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുനർചിന്തനം ചെയ്തു പോകുന്നത്. വളരെ നന്ദി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഒന്നുകൂടി നിലപാട് വ്യക്തമാക്കേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ ഒരു മുന്നണി മാറ്റം വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ PV അൻവറിനെ പോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ പേര് പ്രഖ്യാപിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരമൊരു നിലപാട് എടുക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ് വിശദീകരിക്കട്ടെ എന്താണ് സംഭവിച്ചത്.